जाए फुटपाथों पे पूरी होती है जो कोई ठीक न कर पाए क्या वक्त की ऐसी ജീവൻ ഉസ്താദ് പാട്ടിൽ വേറെ ചില പൊടിക്കൈകളൊക്കെ ചേർത്തിട്ടുണ്ടല്ലേ. മതി, അധികം സ്മാർട്ട് ആവണ്ട. ജീവൻ വലിയ ചൂടിലാണല്ലോ. അഖിലയുടെ അവളെ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കാന്ന് എനിക്കറിയാം. അത്രേ ഉള്ളോ? ഉസ്താദ് പാടിക്കോളൂ, ഞങ്ങൾ അപ്പുറത്തിരുന്ന് സംസാരിക്കാം. ഇവിടെ പോറ്റി. ഓ, ജീവൻ അഖിലെ തിരക്കി വന്നതാ. അത് നന്നായി, വേണ്ടതാണല്ലോ. ഞാനാണ് ഇതിന് പിന്നിലെന്ന് ജീവൻ എങ്ങനെ മനസ്സിലായി? കുഞ്ഞമ്പൂത്രയല്ലി ബർക്കളി. അനന്തകൃഷ്ണന്റെ പേര് കേസ് കൊടുത്ത കുഞ്ഞമ്പൂവിനെ ജീവൻ അറിയില്ലല്ലോ. എന്റെ കുശിനിലുള്ള ആളാ. കുഞ്ഞമ്പൂ, ഇദ്ദേഹത്തിനൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് വിളിപ്പിച്ചതാ. ഇവിടുത്തെ കമ്മീഷണറാ, വലിയ ആളാണ്. കുഞ്ഞമ്പൂവിന് കാതൽപ്പം കമ്മിയാ, എഴുത്തും വായനയും ഒന്നും അറിഞ്ഞൂടാ. ഇങ്ങനൊരു കേസ് കൊടുത്ത വിവരം കുഞ്ഞമ്പൂവിന് പോലും അറിയില്ല. ഞാൻ കാണിച്ചു കൊടുത്തടത്തൊരു വിരലടയാളം, അത്ര തന്നെ. എന്നാ കുഞ്ഞമ്പൂ പോയിക്കോ. മംഗലാപുരത്തുള്ള ഏതോ ഒരു കുഞ്ഞമ്പൂ അഖിലെ കാണാനില്ലെന്നും പറഞ്ഞ് കേസ് കൊടുത്തു. അനന്തകൃഷ്ണന്റെ കുഞ്ഞമ്പൂവിനെ അറിയില്ല, ജീവനും അറിയില്ല. അപ്പൊ കുഞ്ഞമ്പൂ എന്റെ ആളാണെന്ന് ജീവൻ എങ്ങനെ അറിഞ്ഞു? അവൻ പറഞ്ഞു, കിഷൻ. എനിക്ക് അനന്തകൃഷ്ണനെ പരിചയമുണ്ട്. അയാൾ എന്നെ വിളിച്ച കാര്യം പറഞ്ഞു. നിങ്ങളുടെ ഈ വൃത്തിയിട്ട കഥകളെന്ന് പറയാത്തൊരു പാവം കോളേജ് അയാള്. സോ ഇത് ജീവന്റെ സ്വന്തം ബുദ്ധി തന്നെ. പക്ഷെ ജീവൻ ഈ ലെക്ചറർ കോളേജിൽ ലോങ് ലീവിലാണ് അല്ലേ? അല്ലെങ്കിലും മംഗലാപുരത്ത് കൂലിക്ക് കയ്യും കാലും വെട്ടാൻ നടക്കുന്നവ എങ്ങനെയാ ബോട്ടടി പഠിപ്പിക്കുന്നത്? ജീവൻ ഇനി സംശയം ഉണ്ടേ കേട്ടോളൂ. ഹോളി നടക്കുന്ന ദിവസം, അതായത് 20-ാം തീയതി, അനന്തകൃഷ്ണൻ ബാംഗ്ലൂർ ആയിരുന്നാണ് ഒറ്റപ്പാല സയ്യോട് പറഞ്ഞത്. 19-ാം തീയതി ഒരു ഫ്രണ്ടിന്റെ കാറിലായിരുന്നു അത്ര യാത്ര. എന്നാൽ 19-ാം തീയതി മംഗലാപുരം മെയിലിൽ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിൽ അനന്തകൃഷ്ണൻ ഉണ്ടായിരുന്നു. PNR നമ്പർ വേണേ പറഞ്ഞുതരാം. എന്തിനായിരിക്കും ജീവ അനന്തകൃഷ്ണൻ SIയോട് കള്ളം പറഞ്ഞത്? കളവ് പറയുന്നത് തെറ്റല്ലേ? നിന്റെ വഴികളെല്ലാം കൃത്യമായിരുന്നു. മുഹമ്മദ് ഇബ്രാഹിം, മഹേന്ദ്ര റെഡ്ഡി, കിഷൻ. ഇനി മതിയാക്കാം, അതാവും ബുദ്ധി. അയ്യേ, നിനക്കിപ്പോഴും എന്നോടുള്ള പേടി മാറിയില്ലല്ലേ മോളെ? ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കാതെ. നീ ശരിക്ക് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലെന്ന് കുഞ്ഞമ്പൂ പറഞ്ഞു. കഷ്ടമല്ലേ മോളെ അത്? മോളെ വിഷമിക്കണ്ട. കിഷൻ സ്നേഹമുള്ളവനാ, അവൻ നിന്നെ തേടി വരും. ഇനി അവൻ സ്വമേധയാ വന്നില്ലെങ്കിൽ ഓന്തി വരുത്തും. മോള് ധൈര്യമായിട്ടിരിക്കേ. എന്തിനാ പാവത്തിന്? അവൻ നമ്മൾക്കൊരു ദ്രോഹം ചെയ്യില്ല. അവൻ ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് നോവിച്ചിട്ടുണ്ട് ഞാൻ. ഓർത്തിരിക്കാത്ത നേരത്ത് അവൻ വന്ന അപകടമാണ്. ഞാൻ ഒരുക്കി വെക്കുന്ന കളത്തിലേക്ക് വരാവൂ. ചില കണക്കുകളൊക്കെ ഗോവഞ്ചിക്കും തെറ്റിപ്പോയി. ഞാൻ അവനെ നഷ്ടപ്പെടുത്തരുതായിരുന്നു. എന്റെ ഈ സാമ്രാജ്യത്തിന്റെ ഒരു കുമ്മായ പാളി പോലും ഇളകി പോകുന്നത് സഹിക്കില്ല എനിക്ക്. ഇതൊക്കെ ഇല്ലാതായ പിന്നെ ശ്വാസം കിട്ടില്ല എനിക്ക്. ചത്തുപോയി ഞാൻ. 2 ദിവസം കൂടി നോക്കാം. അവൻ വന്നില്ലെങ്കിൽ ഞാൻ മോളെ കൊല്ലും. അപ്പൊ എന്തായാലും വരാതിരിക്കില്ലല്ലോ.
എന്തിനാ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയത്? കേറിപ്പോ, കേറിപ്പോടി അകത്ത്. ഹലോ, ഞാൻ വരാം. പുറത്താരോ കറങ്ങി നടക്കുന്നു ഒരു സംശയം തോന്നി, അതാ. ആരുമില്ല, വെറുതെ തോന്നിയതാ. കിടന്നോളൂ. നീ പോയി കിടന്നു. നമ്മുടെ രാജഗോപാലൻ ഡോക്ടറോട് നാളെ ഇത്രടം വരെ ഒന്ന് വരാൻ പറഞ്ഞാലോ അവനാവുമ്പോൾ ആർക്കും സംശയം തോന്നുകയില്ല. എന്താ കാട്ടണെന്ന് നീ ഒന്ന് പോയി നോക്ക്. എന്താ മോനെ? എന്താ പറ്റിയേ? അമ്മേ, ഒന്ന് മംഗലാപുരം വരെ പോണം. അമ്മയ്ക്ക് വിഷമം ഉണ്ടാന്ന് കരുതി പറഞ്ഞതാ. അഖിലെ ആ ഗോവിന്ദ്ജി എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. അയാൾക്ക് മനസ്സിലായിട്ടുണ്ട് തെറ്റ് പറ്റിയെന്ന്. എന്നെയാ അയാൾക്ക് വേണ്ടത്. ചെന്നില്ലെങ്കിൽ അവളെ അയാള്. അമ്മേ, ഒരുപാട് ത്യാഗങ്ങള് കിച്ചുവിന് വേണ്ടി സഹിച്ചു കഴിഞ്ഞത് അവള്. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു രൂപവുമില്ല. ഇനി വൈകിച്ച അവരിവിടെ എത്തും. അമ്മേ, എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാ അവസാന ശ്വാസം വരെ ഈ വീടിന് ഒരനന്തുവിനെ തിരിച്ചു തരാനാ കിച്ചു ശ്രമിച്ചതെന്ന് അമ്മ പറയണോ അച്ഛനോട്?